പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ടോപ്പിക്ക് ഏരിയ റിലേറ്റഡ് സർക്കിളിൻ്റെ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേറെ പ്രോബ്ലംസ് തന്നെയാണ്, അല്ലാതെ വലിയ വേറെ കേസസ് ഒന്നുമല്ല. പഠിച്ചിരിക്കുന്ന ഏരിയ ഓഫ് സെക്ടറും ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ, മൈനർ സെഗ്മെൻറ്റ്, മേജർ സെഗ്മെൻറ്റ്സിൻ്റെ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ എല്ലാവരും. A chord of a circle of radius 15 centimeter subtends an angle of 60 degree at the center. Find the areas of the corresponding minor and major segment of the circle. Find the areas of the corresponding minor and major segment of the circle. അതിൻ്റെ ഫിഗർ വരയ്ക്കുക. അതിന് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. പൈ ഈക്വൽ ടു 3.14, √3 ഈക്വൽ ടു 1.73. ഫിഗർ വരച്ചു. റേഡിയസ് 15 ആണ്. സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. OAB. മൈനർ സെഗ്മെൻറ്റ് ഇതാ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട്. ദെൻ അൺഷെയ്ഡ് വരുന്ന വലിയ ലാർജർ പാർട്ടാണ് മേജർ സെഗ്മെൻറ്റ്. രണ്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. മൈനർ സെഗ്മെൻറ്റും മേജർ സെഗ്മെൻറ്റും. അപ്പോൾ ഫിഗർ ചില കേസിൽ ക്വസ്റ്റ്യനിൽ തരും, ചില കേസിൽ നമ്മൾ ഇമാജിനറി ഫിഗർ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ റേഡിയസ് 15, ആംഗിൾ സബ്റ്റൻഡ് 60 ഡിഗ്രി, ദെൻ ഷെയ്ഡഡ് റീജിയൻ. അതെങ്ങനെ കാണും? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. ദെൻ ദിസ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? OAS equal to OB radii, this 60 degree, these angles are 60 degree, AOB is an equilateral triangle എന്നറിയാം. ഫസ്റ്റ് ഏരിയ ഓഫ് സെക്ടർ കാണാം. θ/360 ഇൻറ്റു πr സ്ക്വയർ. ഏരിയ ഓഫ് ദി സെക്ടർ ഈക്വൽ ടു θ/360 ഇൻറ്റു πr സ്ക്വയർ. 60/360 ഇൻറ്റു 3.14 ഇൻറ്റു 15 ഇൻറ്റു 15. റേഡിയസ് 15 ആയതുകൊണ്ട് 15 ഇൻറ്റു 15. കട്ട് ചെയ്ത് 1/6 ഇൻറ്റു 3.14 ഇൻറ്റു 15 ഇൻറ്റു 15. 3 ഇവിടെ കട്ട് ചെയ്ത് 2, 3 ഇവിടെ കട്ട് ചെയ്ത് 5. വെറുതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. ഈ 2ഉം 5ഉം കൂടി കട്ട് ചെയ്ത് 2.5. 3.14 ഇൻറ്റു 2.5 ഇൻറ്റു 15. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കട്ടിങ് നല്ലോണം ശ്രദ്ധിക്കണം. 60/360 കട്ട് ചെയ്ത് 1/6, ദെൻ 3 കൊണ്ട് കട്ട് ചെയ്ത് 5, ദെൻ 2 കട്ട് ചെയ്ത് 2.5, ദെൻ 3.14 ഇൻറ്റു 2.5 ഇൻറ്റു 15. 3.14 ഇൻറ്റു 2.5 ആദ്യം പ്രൊഡക്റ്റ് ചെയ്യുക. 20 ബാലൻസ്ഡ് 2, 5, 7, 15, 8, 2, 6, 0, 15 ബാലൻസ് 1, 8, 7. ദെൻ അതിനെ 15 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം. 0, 25 ബാലൻസ് 2, 42 ബാലൻസ് 4, 35 + 4, 39, 0, 5, 8, 7, 0, 5, 7, 17 balance 1, 8, 11. How many decimal place? 1, 2, 3 decimal place. 1, 2, 3. 117.75 centimeter square. Area of the sector equal to 117.75 centimeter square. ഫസ്റ്റ് കിട്ടിയ ഏരിയ ഓഫ് സെക്ടർ. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB കാണണ്ടേ മക്കളെ? എന്താ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ √3/4 A സ്ക്വയർ. ഇറ്റ് ഈസ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അറിയാത്തവർ എഴുതി വെച്ചേക്കണം. എന്താ എഴുതിയേക്കേണ്ടത്? OAS equal to OB radii. Therefore, angle OAB equal to angle OBA 60 degree. All angles 60 degree. It is an equilateral triangle എന്ന് എഴുതി വെച്ചേക്കാം. ദെൻ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താ? ചെറിയ ക്ലാസ് പഠിച്ചതാ. √3/4 A സ്ക്വയർ. √3യുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. 1.73/4 ഇൻറ്റു 15 ഇൻറ്റു 15. വേറെ പണിയൊന്നുമില്ല, വേറെ ഒന്നുമില്ല നമുക്ക്. 2 എടുത്ത് കട്ട് ചെയ്ത് 2 ഇവിടെ 7.5, 2 എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് 7.5 അല്ലേ? ഒരു 2 എടുത്തിട്ട് 4നെ കട്ട് ചെയ്ത് 2, 15നെ കട്ട് ചെയ്ത് 7.5, 15നെ കട്ട് ചെയ്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, സ്വാഭാവികം അല്ലേ?
അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാൽക്കുലേറ്റർ നമ്മളെ കയ്യിലില്ല, യൂസ് ചെയ്യാൻ പാടില്ല, അതാണ്. ദെൻ 7.5 ഇൻറ്റു 7.5 ഫസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുക. 75 ഇൻറ്റു 75 25 ബാലൻസ് ടു 35 37 35 ബാലൻസ് ടു 49 51 52 35 ബാലൻസ് 3 49 പ്ലസ് 3 52 5 12 ബാലൻസ് 1 3 6 56 ആയി. ദെൻ അതിനെ 173 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്തു. 15 ബാലൻസ് 1 7 18 ബാലൻസ് 1 16 39 5 2 6 5 5 and 2 4 7 13 balance 1 7 8 17 balance 1 6 9. How many decimal place? 1 2 3 4 97.31. അപ്രോക്സിമേറ്റ് 97.31 ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കിട്ടുന്നത്. 97.3125 ആണ്. അത് വേണ്ട, 31 എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഏരിയ ഓഫ് സെക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി 117.75. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ 97.31. ദെർഫോർ ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് ഈക്വൽ ടു 117.75 മൈനസ് 97.31 4402 20.44. എത്ര കിട്ടി? അപ്രോക്സിമേറ്റ് 20.44 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ദി മൈനർ സെഗ്മെൻറ്റ്, അതായത് ഷെയ്ഡ് ചെയ്ത പാർട്ട്. ഇനി എന്താ കണ്ടത്? മേജർ സെഗ്മെൻറ്റ്. എങ്ങനെ മേജർ സെഗ്മെൻറ്റ് കാണും? ഫുൾ സർക്കിൾ മൈനസ് മൈനർ സെഗ്മെൻറ്റ്. ഫുൾ സർക്കിൾ എടുക്കുക ആദ്യം, പൈആർ സ്ക്വയർ കാണാം ടോട്ടൽ ഏരിയ. എന്നിട്ട് ആരാ ഷെയ്ഡ്? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം അങ്ങ് സബ്ട്രാക്ട് ചെയ്താളാം. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സർക്കിൾ മൈനസ് മൈനർ സെഗ്മെൻറ്റ് അടിയിൽ എഴുതി വെക്കുക. ഏരിയ ഓഫ് മേജർ സെഗ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ മൈനസ് മൈനർ സെഗ്മെൻറ്റ് പൈ ആർ സ്ക്വയർ മൈനസ് 20.44. മൈനർ സെഗ്മെൻറ്റ് 20.44 ആണ്. 3.14 ഇൻറ്റു 15 ഇൻറ്റു 15 മൈനസ് 20.44. 3.14 ഇൻറ്റു 225 അല്ലേ? 3.14 ഇൻറ്റു 225. അപ്പോൾ അത് പ്രൊഡക്റ്റ് ചെയ്യണം. 225 ഇൻറ്റു 314 20 ബാലൻസ് 2 8 10 ബാലൻസ് 1 8 9 5 2 2 15 balance 1 6 7 6 11 16 balance 1 8 10 balance 1 70. How many decimal place? 2 decimal place. 706.5 706.5 minus 20.44 20.44 സബ്ട്രാക്ട് ചെയ്യുക. 6 0 6 8 6 686.06 കറക്റ്റാണ്. അപ്പോൾ അവിടെ എന്താണ്? മേജർ സെഗ്മെൻറ്റ് 686.06, മൈനർ സെഗ്മെൻറ്റ് 20.44 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ വലിയൊരു ക്വസ്റ്റ്യനാണ്. വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ്സ്, മൈനർ സെഗ്മെൻറ്റ് കാണണം, മേജർ സെഗ്മെൻറ്റ്സ് കാണണം, ഏരിയ ഡെസിമൽസ് ഒക്കെ ആക്കി എഴുതി വെക്കണം. പൈ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, √3 1.73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളേ. ഫിഗർ ഓൾറെഡി അവിടെ 90% പിക്ചറും അവർ തരും. ദെൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏരിയ ഓഫ് സെക്ടർ കണ്ടു, ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്തു. ദെൻ ഫോർ വി ഗെറ്റ് മൈനർ സെഗ്മെൻറ്റ്. ദെൻ മേജർ സെഗ്മെൻറ്റ് ഏരിയ ഓഫ് സർക്കിൾ മൈനസ് മൈനർ സെഗ്മെൻറ്റ്. സർക്കിൾ എന്താണ്? പൈ ആർ സ്ക്വയർ മൈനസ് മൈനർ സെഗ്മെൻറ്റ് 20.44 സബ്ട്രാക്ട് ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ വെറൈറ്റീസാണ്, ക്വസ്റ്റ്യൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ്. എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 12 centimeter
subtends an angle of 120 degree at the center. Subtends an angle of 120 degree at the center. Find the area of the corresponding segment of the circle. Find the area of the corresponding segment of the circle. അപ്പോൾ സെൻട്രൽ ആംഗിൾ നമ്മൾ 60 വെച്ച് ചെയ്തു, അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. 90 വെച്ച് ചെയ്തു, റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ. ഇപ്പോൾ ഇവിടെ കിടക്കുന്നു 120 ആണ്. അത് ഏത് ട്രയാങ്കിളാണെന്ന് അറിയില്ല, ഐസോസലസ് ആണ്, പക്ഷേ 120 ഡിഗ്രിയിൽ ചെയ്യാൻ കഴിയില്ല. ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ വെറുതെ കാണാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ട്രിഗണോമെട്രിക് കൂടി യൂസ് ചെയ്യണം. ആദ്യം ഏരിയ ഓഫ് സെക്ടർ കാണും നമ്മൾ അല്ലേ. ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഏരിയ ആണ് കിട്ടേണ്ടത്. ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. പറഞ്ഞോളൂ മക്കളെ, സെക്ടറിൻ്റെ ഏരിയ θ/360 ഇൻറ്റു πr². θ/360 ഇൻറ്റു πr². 120/360 ഇൻറ്റു, ഇവിടെ പൈയുടെ വാല്യൂ ഒക്കെ കൊടുത്തിരിക്കുന്നത് 3.14ഉം √3 1.73 തന്നെയാണ്. 3.14 ഇൻറ്റു 12 ഇൻറ്റു 12, 0 0 കട്ട് ചെയ്തു, 12 36 കട്ട് ചെയ്തു, 3യും 12ഉം കട്ട് ചെയ്തു, 4. 3.14 ഇൻറ്റു 4 ഇൻറ്റു 12, 3.14 ഇൻറ്റു 48. വേറെ ഒന്നുമില്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 48, 32 ബാലൻസ് 3, 11 ബാലൻസ് 1, 24 + 1 25, 16 ബാലൻസ് 1, 4 5 12, 2 7 10 ബാലൻസ് 1 5 1. കറക്റ്റ് അല്ലേ? 16 ബാലൻസ് 1 4 5 12. ഓക്കെ. ഹൗ മെനി ഡെസിമൽ പ്ലേസ്? 2 ഡെസിമൽ പ്ലേസ്. 150.72 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ദി സെക്ടർ. 150.72. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ½ കിട്ടണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, റൈറ്റ് ട്രയാങ്കിൾ അല്ല, ഇറ്റ് ഇസ് എൻ ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ബേസ് ഇല്ല, ഹൈറ്റ് ഇല്ല. ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാം. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു കോഡ് AB. ഇപ്പോൾ ഇവിടെ 60 60 ആയിട്ട് മാറി. OC എന്ന് കൊടുത്തു. OC കൺസ്ട്രക്ഷൻ ചെയ്തു. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ OC ടു AB. OC ടു ABയിലേക്ക് ബൈസെക്ടർ ആയത് പെർപെൻഡിക്കുലർ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യസ് sin 60 യൂസ് ചെയ്യാം. sin 60 is equal to opposite side by hypotenuse AC/OA. sin 60യുടെ വാല്യൂ എത്ര മക്കളെ? √3/2 is equal to AC/12. OA means hypotenuse 12. 2AC is equal to 12√3. AC is equal to 12√3/2. എത്ര കിട്ടി? 6√3. AC 6√3 ആണ്. Therefore AB എത്ര വരും? ലെങ്ത് ഓഫ് കോഡ് അല്ലെങ്കിൽ ബേസ് ഓഫ് ട്രയാങ്കിൾ AB 2 × 6√3, that is 12√3. AB is equal to 12√3. AB is equal to എത്ര വന്ന്? 12√3. ഇനി OC ആണ് കണ്ടത്, അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടനിസ്. cos 60 is equal to അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് OC/OA. cos 60യുടെ വാല്യൂ എത്ര മക്കളെ പറഞ്ഞോളൂ? 1/2 is equal to OC/12. 2OC is equal to 12. OC is equal to 6. ഹൈറ്റ് 6 കിട്ടി, ബേസ് 12√3 കിട്ടി. കണ്ടോ? ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. ½ കൊടുത്താൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടി. 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. √3/4 ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ 3 കേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. then to find using trigonometric ratios base and altitude calculate ചെയ്യണം. then ബൈസെക്ടർ വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, ABയിലേക്ക് OC വരച്ചു. then sin 60 യൂസ് ചെയ്തു, AC കാൽക്കുലേറ്റ് ചെയ്തു. ഡബിൾ ഓഫ് ദി AC is equal to AB.
ദെൻ cos 60 യൂസ് ചെയ്തു, അഡ്ജസൻറ്റ് സൈഡ് OC കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് മക്കളെ? 12√3, 12√3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6, കട്ട് ചെയ്തു 3, 36√3 എന്ന് കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ മീൻസ് 36√3. അങ്ങനെ വെച്ചാൽ മതിയോ? പോരാ, 36√3 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യണം. വെറുതെ പ്രൊഡക്റ്റ് ചെയ്താൽ പോരാ. √3 1.73 ഇൻറ്റു 36, 18 ബാലൻസ് 1, 42 43 ബാലൻസ് 4, 10 9, 21 ബാലൻസ് 2 5, 8 12 ബാലൻസ് 1 2 6. ഹൗ മെനി ഡെസിമൽ പ്ലേസ്? 1.73 2, 62.28 ഏരിയ ഓഫ് ട്രയാങ്കിൾ. ദെൻ ഏരിയ ഓഫ് ഷെയ്ഡഡ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മൈനർ സെഗ്മെൻറ്റ് ഈക്വൽ ടു 150.72 മൈനസ് 62.28. 4 6 ആകുമ്പോൾ 4, 10 8 88.44 അപ്രോക്സിമേറ്റ്ലി 88.44 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ്. ഒരു കാൽക്കുലേഷൻ പോലും ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. ഞാൻ ആൻസർ നോക്കിയിട്ട് കൺഫേം ചെയ്യുക എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റർ അല്ല, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാനിവിടെ ഓരോ ടേബിൾ അടക്കം നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരുന്നത് വളരെ ബിലോ ആയിട്ടുള്ള ആളുകൾക്ക് പോലും അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈസിയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് അങ്ങ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ സർക്കിൾ സെൻറ്റർ ആംഗിൾ 120 ഡിഗ്രി, ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇക്വലാറ്ററൽ അല്ല, റൈറ്റ് ട്രയാങ്കിൾ അല്ല. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ട്രിഗ്നോമെട്രിക് റേഷ്യോ യൂസ് ചെയ്ത് ബേസും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഹാഫ് BH ഏരിയ കിട്ടി. ഏരിയ ഓഫ് സെക്ടർ 150.72, ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വി ഗെറ്റ് 88.44 സെൻറ്റിമീറ്റർ സ്ക്വയർ. കിട്ടിയല്ലോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഫോർമുല എല്ലാവർക്കും അറിയാം. എന്താ? θ/360 × πr², ഏരിയ ഓഫ് സെക്ടർ. ദെൻ അതെല്ലാവർക്കും അറിയാം. പക്ഷേ കാൽക്കുലേഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാൽക്കുലേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ കാൽക്കുലേഷനാണ് 10th പഠിക്കുന്നതല്ല, വളരെ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻ നല്ലോണം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കണം മക്കളെ. അടുത്തത് എ ഹോസ്, HORS, ഹോസ് ഇല്ലേ, എ ഹോസ് ഈസ് ടൈഡ് ടു എ പെഗ്, ഒരു കുറ്റി നാട്ടി വെക്കുക, എ പെഗ് അറ്റ് വൺ കോർണർ ഓഫ് എ സ്ക്വയർ ഷേപ്പ്ഡ് ഗ്രാസ് ഫീൽഡ്. സ്ക്വയർ ഷേപ്പ്ഡ് ഗ്രാസ് ഫീൽഡിലുള്ള ഒരു കോർണറിൽ ഒരു കുറ്റി അടിച്ചിട്ട് ഒരു ഹോഴ്സിനെ കെട്ടിയിട്ടുണ്ട്. 15 ഗ്രാസ് ഫീൽഡ് ഓഫ് സൈഡ് 15 meter by means of a 5 meter long rope. ബൈ മീൻസ് ഓഫ് എ 5 meter ലോങ് റോപ്പ്. അതിനെ കെട്ടിയ റോപ്പ് 5 meter ഉള്ളൂ. ക്വസ്റ്റ്യൻ 1. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഫീൽഡ് ഇൻ വിച്ച് ദി ഹോസ് ക്യാൻ ഗ്രേസ്. 5 meter ഇങ്ങനെ ഹോസ് ഇങ്ങനെ ഗ്രേസ് ചെയ്യും അല്ലേ? ആ കെട്ടിയ ഭാഗത്തൂടെ അല്ലേ ഇങ്ങനെയല്ലേ പോകുള്ളൂ, ഇങ്ങനെ വന്ന് അടങ്ങനെ പുല്ലൊക്കെ തിന്നിട്ട് ഇങ്ങനെ നിൽക്കും. 5 meter ലോങ് റോപ്പാണ്. ഫൈൻഡ് ദി ഏരിയ ദാറ്റ് പാർട്ട് ഓഫ് ദി ഫീൽഡ് ഇൻ വിച്ച് ദി ഹോസ് ക്യാൻ ഗ്രേസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഇൻക്രീസ് ഇൻ ദി ഗ്രേസിംഗ് ഏരിയ ഇഫ് ദി റോപ്പ് വെയർ 10 meter ലോങ് ഇൻസ്റ്റെഡ് ഓഫ് 5 meter. 5 meter റോപ്പ് മാറ്റിയിട്ട് പിന്നെ 10 meter റോപ്പാക്കി. അപ്പോൾ എത്ര ഇൻക്രീസിങ് ഏരിയ വന്നിട്ടുണ്ട്, ഗ്രേസിങ് ഏരിയ എത്ര ഇൻക്രീസ് ചെയ്തു എന്നാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ, റോപ്പ് നീളം കൂടുമ്പോൾ കുറച്ചുകൂടി ഏരിയ ഹോസ് കവർ ചെയ്യും. ബ്രാക്കറ്റിൽ പൈസ് ഈക്വൽ ടു 3.14. അപ്പോൾ ഞാനൊരു ഫീൽഡ് വരയ്ക്കുകയാണ്. ഇതാണ് ഫീൽഡ്, സ്ക്വയർ ഫീൽഡാണ്. 15 meter അതിൻ്റെ സൈഡാണ്. അത് നമ്മൾ നോക്കണ്ട, സ്ക്വയറിൻ്റെ സൈഡ് 15 meter ആണ്. ഇവിടെയൊക്കെ ഗ്രേസിങ് ഉണ്ട്, പുല്ലാണ്, ഇത് ഗ്രാസ് ഉണ്ട്. ഇവിടെ ഒരു കോർണറിലാണ് ഒരു ഹോസിനെ കുറ്റിയടിച്ച് കെട്ടിയത്.
ഫസ്റ്റ് 5 മീറ്ററിലാണ് മൂപ്പര് തിന്നുന്നത്. ഇത്രയേ ഭാഗമേ ഉള്ളൂ തിന്നുള്ളൂ. പിന്നെ റോപ്പ് കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടി. അപ്പോൾ ലെങ്ത്ത് കൂട്ടിയപ്പോൾ എത്രയായി? ഏരിയ കുറച്ചുകൂടി കൂടി അല്ലേ? റോപ്പിൻ്റെ ലെങ്ത്ത് രണ്ടാമത്തെ കേസിൽ എത്രയാക്കി? 10 ആക്കി. ഫസ്റ്റ് കേസിൽ 5 മീറ്റർ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടം വരെ ഇത്ര ഏരിയ മാത്രമേ പുല്ല് തിന്നാൻ പറ്റുള്ളൂ. ഇത്ര ഏരിയ മൂപ്പര് തിന്നുള്ളൂ. ലെങ്ത്ത് കൂട്ടി, റോപ്പ് കൂട്ടി 10 ആക്കി. അപ്പോൾ കുറച്ചുകൂടി ഏരിയ കൂടിയതാ. ഇതാണ് ഈ ഇൻക്രീസിങ് ഏരിയ. ഈ ഇൻക്രീസിങ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഇൻക്രീസിങ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും? കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ? ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ലാർജർ റേഡിയസ് എത്ര വന്ന്? 10. രണ്ട് ഭാഗത്തേക്കും ഇൻക്രീസിങ് ഏരിയ 10 ആയി. സ്മോളർ റേഡിയസ് എത്ര വന്ന്? 5. അപ്പോൾ ഇൻക്രീസിങ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ലാർജർ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. ഹോഴ്സിനെ വരയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഹോഴ്സിനെ വരയ്ക്കാത്തത്. നിങ്ങൾ വരച്ചാൽ മതി. ദെൻ ഇൻക്രീസിങ് ഏരിയ, ആദ്യം ഏരിയ ഓഫ് ലാർജർ സെക്ടർ. ഏരിയ ഓഫ് ലാർജർ സെക്ടർ ഈക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. തീറ്റ എത്രയ്ക്കും വരിക? സ്ക്വയർ ഷേപ്പ്ഡ് ഫീൽഡാണ്. തീറ്റ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എത്രയാണ് തീറ്റ? 90 ഡിഗ്രി. 90 ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു 10 സ്ക്വയർ. ലാസ്റ്റ് കൊടുത്താൽ മതി പൈൻ്റെ വാല്യൂ. 10 സ്ക്വയർ. ലാർജറിൻ്റെ റേഡിയസ് 10 ആണ്. കണ്ടോ? ലെങ്ത് ഓഫ് റോപ്പ് 10 ആയി. കട്ട് ചെയ്തു 4. 1/4 ഇൻറ്റു പൈ ഇൻറ്റു 100. 100ഉം 4ഉം കട്ട് ചെയ്താൽ 25 പൈ മീറ്റർ സ്ക്വയർ. മീറ്റർ അല്ല പറയുന്നത്, 5 മീറ്റർ. അപ്പോൾ ഏരിയ ഓഫ് ലാർജർ സെക്ടർ ഈക്വൽ ടു 25 പൈ മീറ്റർ സ്ക്വയർ. ദ നെക്സ്റ്റ് ലൈനിൽ ഏരിയ ഓഫ് സ്മോളർ സെക്ടർ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. തർക്കമില്ലല്ലോ? തർക്കമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. 90 ബൈ 360 ഇൻറ്റു പൈ 5 സ്ക്വയർ. കട്ട് ചെയ്ത് 4 കിട്ടി. 25 പൈ ബൈ 4. എത്ര കിട്ടി? 25 പൈ ബൈ 4. 25 പൈ ബൈ 4 മീറ്റർ സ്ക്വയർ. ദെൻ ഗ്രേസിംഗ് ഏരിയ ലാർജർ 25 പൈ മൈനസ് 25 പൈ ബൈ 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 100 പൈ മൈനസ് 25 പൈ ബൈ 4 75 പൈ ബൈ 4. A grazing area is equal to 75 പൈ ബൈ 4 മീറ്റർ സ്ക്വയർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 75 ബൈ 4 ഇൻറ്റു 3.14 അല്ലേ? 75 ബൈ 4നെ കട്ട് ചെയ്താൽ ഇവിടെ 37.5 ബൈ 2. ഇനി 3.14നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര വരും? 1.57. ഓക്കെ അല്ലേ? ഇനി 37.5ഉം 157ഉം പ്രൊഡക്റ്റ് ചെയ്യണം. 35 ബാലൻസ് 3 49 52 5 21 പ്ലസ് 5 26 25 ബാലൻസ് 2 35 പ്ലസ് 2 37 3 15 പ്ലസ് 3 18 5 7 3 5 7 11 18 ബാലൻസ് 1 18 16 പ്ലസ് 18 ബാലൻസ് 1 4 5. എത്ര ഡെസിമൽ പ്ലേസ് വേണം മക്കളെ? 3. അപ്രോക്സിമേറ്റ് 58 എത്രയാ? 875. നോക്കാം. യെസ്, കറക്റ്റ്. 58.875 മീറ്റർ സ്ക്വയർ. ഇൻക്രീസിങ് ഏരിയ. ഇൻക്രീസ് ദി ഗ്രേസിങ് ഏരിയ അല്ലേ? ഇൻക്രീസ് ഇൻ ദി ഗ്രേസിങ് ഏരിയ എന്നാണ് പറയുക. ഇൻക്രീസ് ഇൻ ഗ്രേസിങ് ഏരിയ. അപ്പോൾ ഇൻക്രീസ് ഇൻ ദി ഗ്രേസിങ് ഏരിയ എത്ര? 58.875. അപ്പോൾ ഇമാജിനറി കോൺസെപ്റ്റ് ഫിഗർ അവർ തന്നിട്ടുണ്ട്. ഫിഗർ ഫസ്റ്റ് 5 മീറ്റർ ലോങ് റോപ്പ്, ദെൻ 10 മീറ്റർ ലോങ് റോപ്പ്, ദെൻ ഏരിയ ഓഫ് ലാർജർ സെക്ടർ റേഡിയസ് 10 മൈനസ് ഏരിയ ഓഫ് സ്മോളർ സെക്ടർ വിത്ത് റേഡിയസ് 5,
that is equal to increasing grazing area. Increase in the grazing area 58.875 meter square. ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം അല്ലേ? ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പ്രാക്ടിക്കൽ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ചെയ്യന്നെ, വേറെ പണിയില്ല നമുക്ക്. എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒരു പണിയില്ല മക്കളെ. ഇതിൽ നമുക്ക് കുറച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു മിക്സഡ് ഏരിയാസ് അല്ലെങ്കിൽ മിക്സഡ് ഫിഗറൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ടാവും. മറ്റ് സെക്ടറും സെഗ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ഒഴിവാകില്ല. ഓക്കെ, 58.875. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ബ്രൂച്ച് ഈസ് മെയ്ഡ് വിത്ത് എ സിൽവർ വയർ. ബ്രൂച്ച് BROOCH. A brooch is made with a silver wire in the form of a circle with a diameter 35 mm. ബ്രൂച്ച് എന്ന് പറയുന്നത് നമ്മളെ ഈ ഫാൻസി പിന്നാണ്. ഫാൻസി പിൻ 35 mm, diameter 35 mm. The wire is also used in making 5 diameters which divide the circle into 10 equal parts. 10 equal sector എന്ന് എഴുതിയാൽ 10 equal sectors as shown in figure. A brooch is made with silver wire in the form of a circle with a diameter 35 mm. The wire is also used in making 5 diameters which divides the circle into 10 equal sectors as shown in figure. Find question 1. The total length of the silver wire required. Find the total length of the silver wire required. Second question. Area of each sector of the brooch. Area of each sector of the brooch. അപ്പോൾ നമുക്കറിയാം ഒരു ഫാൻസി പിന്നാണത്. 1 2 3 4 5 ഡയമീറ്റർ. ഇതൊക്കെ സിൽവറാണ്. ഡയമീറ്റർ ഈ ലൈൻസ് ഒക്കെ സിൽവറാണ്. 3 4 5 6 7 8 2 3 4 5 6 7 8 9 10 ഈക്വൽ പാർട്സ് ആക്കി. ഇവിടെയൊക്കെ സിൽവർ ആയിട്ടുള്ള വയറാണ്. അപ്പോൾ സിൽവർ വയർ വരുന്നത് എവിടെയൊക്കെയാണ്? ടോട്ടൽ ലെങ്ത് ഓഫ് സിൽവർ വയർ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളും 5 ഡയമീറ്ററും. ടോട്ടൽ സിൽവർ വയർ എന്ന് പറയുന്നത് ഇതാണ്. സിൽവർ വയർ ഇൻ ദ ഫോം ഓഫ് സർക്കിൾ ഉണ്ടോ? സർക്കിൾ ഫുള്ളായിട്ട് ഇത് ഫുള്ള് സിൽവർ വയറാണ്, റൗണ്ട് ഫുള്ളായിട്ട്. പിന്നെ 5 ഡയമീറ്റേഴ്സും സിൽവർ വയറാണ്. സിൽവർ വയർ കൊണ്ട് അത് ഉണ്ടാക്കിയത് സർക്കിളും പിന്നീട് 5 ഡയമീറ്റേഴ്സ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് സിൽവർ വയർ ഈക്വൽ ടു 5 ഡയമീറ്റേഴ്സ് പ്ലസ് 2πr. സർക്കംഫറൻസ് 2πr അല്ലേ? 5 ഡയമീറ്റേഴ്സ് പ്ലസ് 2πr. 5 ഇൻറ്റു ഡയമീറ്റർ എത്രയാണ് മക്കളെ? 35 പ്ലസ് 2 ഇൻറ്റു പൈ ഇൻറ്റു 35/2 റേഡിയസ്. ഡയമീറ്റർ 35 അല്ലേ, റേഡിയസ് 35/2. 175 പ്ലസ് 2 ഇൻറ്റു 22/7 ഇൻറ്റു 35/2. കട്ട് ചെയ്ത് 5 2 ഇവിടെ കട്ട് ചെയ്ത് 175 പ്ലസ് 22 ഇൻറ്റു 5 ആയി മാറി. ദാറ്റ്സ് ഈക്വൽ ടു 175 പ്ലസ് 110 285 mm. ടോട്ടൽ സിൽവർ വയർ 285 mm ആണ്. ടോട്ടൽ സിൽവർ വയർ കറക്റ്റായിട്ട് കിട്ടുന്നത് 285 mm കറക്റ്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, സിൽവർ വയർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ സർക്കിൾ, ഇത് ഫുള്ളായിട്ട് സിൽവർ വയറാണ്. പിന്നെ 5 ഡയമീറ്റേഴ്സ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സിൽവർ വയർ ഈക്വൽ ടു 5 ഡയമീറ്റർ പ്ലസ് 2πr. പെരിമീറ്റർ എന്താണ്? 2πr. 5 ഇൻറ്റു 35 ഓക്കെ പ്ലസ് 2π 35/2. ഡയമീറ്റർ 35, റേഡിയസ് 35/2. ദെൻ 175 പ്ലസ് 2 ഇൻറ്റു 22/7 ഇൻറ്റു 35/2. അവിടെ 22/7 എടുത്തു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ദെൻ അതിനുശേഷം 7ഉം 35ഉം കട്ട് ചെയ്തു 5, 2 കട്ട് ചെയ്തു. ദെൻ 22 × 5 110, 285 mm ടോട്ടൽ സിൽവർ വയർ. ദെൻ ഈച്ച് ആംഗിൾ ഓഫ് ദി സെക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഫസ്റ്റ് നല്ല ഏരിയ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ കാണും ഈച്ച് ആംഗിൾ? ടോട്ടൽ ആംഗിൾ 360 ഡിവൈഡഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു ഈച്ച് ആംഗിൾ ഓഫ് ദി സെക്ടർ 36 ഡിഗ്രി. ഈച്ച് ആംഗിൾ ഓഫ് ദി സെക്ടർ 36 ഡിഗ്രി. Then area of sector theta by 360 into pi r square. 36 by 360 into 22 by 7 into 35 by 2 into 35 by 2. Diameter 35, radius 35 by 2. Cut ചെയ്തു 1 by 10. 36 by 360 1 by 10. 7ഉം 35ഉം കട്ട് ചെയ്തു 5. 2ഉം 2 ഇവിടെ കട്ട് ചെയ്തു 11. അപ്പോൾ 1 by 10 into 11 into 5 into 35 by 2 അല്ലേ. 7 35 കട്ട് ചെയ്തു 5, 2 22 കട്ട് ചെയ്തു 11, 11 into 5 into 35 by 2. ഇനി കട്ട് ചെയ്യാനുള്ളതാ ഇവിടെ ഒരു 5 ഉണ്ട്, 10ഉം കട്ട് ചെയ്യുക 2. 11 into 35 by 2 2s are 4. 11 into 35 എത്രയാണ് മക്കളെ? 385 by 4. 385 by 4. 9 4s are 36. 25. 6 4s are 24. 10.280 point. Approximate 96.25 area of the sector. 385 by 4 എന്ന് പറഞ്ഞാൽ വെച്ചാലും മതി, നമുക്ക് ഡെസിമൽ ആക്കി വെച്ചെന്നുള്ളൂ. 96.25 mm² ആണ്, മില്ലിമീറ്റർ സ്ക്വയർ ആണ്. കാരണം ചെറിയ ഒരു ഫാൻസി പിന്നാണത്. അപ്പോൾ അതിനല്ലാണ്ട് കിലോമീറ്ററോ സെൻറ്റിമീറ്ററോ മീറ്ററോ ഒന്നും ഉണ്ടാവില്ല. ചെറിയ ഒരു സാരിക്കൊക്കെ കുത്തുന്നൊരു ഫാൻസി പിൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ബ്രൂച്ച് 10 ഈക്വൽ സെക്ടേഴ്സ് ആക്കിയിരിക്കുന്നു. ഈക്വൽ ആംഗിൾ ആണ് 360 ഡിവൈഡഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 36 ഡിഗ്രി. ദെൻ ഈച്ച് ആംഗിൾ 36 തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. 36 by 360 ഇൻറ്റു 22 by 7 ഇൻറ്റു 35 by 2 35 by 2. ഡയമീറ്റർ ആണ് 35 എന്ന് ഓർക്കുക. 35 by 2 റേഡിയസ് ആണെന്ന് ഓർക്കുക. മനസ്സിലായല്ലോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഒരേ സാധനം തന്നെ. സെക്ടറും സെഗ്മെൻറ്റ്, സെഗ്മെൻറ്റ്. വേറെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നില്ല? ഒരു സാധനം പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് കഴിയുന്നത്ര പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രോബ്ലം തരുന്നത്. കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലംസ് തരുന്നത്. അടുത്തത്, an umbrella has 8 ribs which are equally spaced. See figure, അവിടെ ഫിഗറിലുണ്ട്. assuming umbrella to be a flat circle of radius 45 centimeter. Assuming umbrella to be a flat circle of radius 45 centimeter. Find the area between the two consecutive ribs of the umbrella. കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഷേപ്പായിട്ടാണ് കാണിക്കുക. 1 2 3 4 1 2 3 4 5 6 7 8 പാർട്ടാക്കി മാറ്റി അല്ലേ. ഫ്ലാറ്റ് സർക്കിളായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത് അംബ്രല്ലയിൽ. അപ്പോൾ ഈ രണ്ട് റിബ്സിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേഡിയസ് എത്രയാണ്? 45. റേഡിയസ് 45 അല്ലേ? റേഡിയസ് 45. ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിൾ എങ്ങനെ വരും? 360 ഡിവൈഡഡ് ബൈ 8 ദാറ്റ്സ് ഈക്വൽ ടു 45 ഡിഗ്രി. 360 ഡിവൈഡഡ് ബൈ 8 എത്രയാണ് മക്കളെ? 45 ഡിഗ്രി. അപ്പോൾ ഈച്ച് ആംഗിൾ ഓഫ് ദി സെക്ടർ 45 ഡിഗ്രി, റേഡിയസ് ഓഫ് ദി സെക്ടർ 45 ഡിഗ്രി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഫൈൻഡ് ദി ഏരിയ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റിബ്സ് ഓഫ് ദി അംബ്രല്ല. അപ്പോൾ ഏരിയ ഓഫ് സെക്ടറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഈ ഷെയ്ഡ് ചെയ്തത്. θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ 45/360 ഇൻറ്റു പൈൻ്റെ വാല്യൂ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 22/7 റേഡിയസ് 45 ഇൻറ്റു 45 45 360 കട്ട് ചെയ്താൽ എത്രയാണ് മക്കളെ 1/8 കിട്ടും അല്ലേ. ഇൻറ്റു 22/7 ഇൻറ്റു 45 ഇൻറ്റു 45 8നെ 2 കൊണ്ട് കട്ട് ചെയ്ത് ഇവിടെ 11 ഇവിടെ 4 വരും. 11 ഇൻറ്റു 45 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 7 4s are 28. 11 ഇൻറ്റു 45 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 28. 11 ഇൻറ്റു 45 ഇൻറ്റു 45 എത്രയാണ്? നമ്മൾ സ്ക്വയർ പഠിച്ചല്ലേ, 2045 എങ്ങനെ സ്ക്വയർ റൂട്ട് പഠിച്ചല്ലേ. 25 ബാലൻസ് ടു 20 to 25 20 ബാലൻസ് ടു 16 18 5 to 20 to 25 20 25 20/28 2025നെ 11നെ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. 5202 5202 57222 22275/28 22,275 ഡിവൈഡഡ് ബൈ 28 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ മതി. ഇനി അതിനെ പിടിച്ച് ഡെസിമൽ ആക്കാൻ ആവശ്യമൊന്നുമില്ല. ഡെസിമൽ ആക്കേണ്ടവന് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 22,275/8 സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്റർ അല്ലേ പറയുന്നത്? ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഇൻ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റിബ്സ്, അതായത് ഏരിയ ഓഫ് ദി ഈച്ച് സെക്ടർ. അത്രയേ ഉള്ളൂ, ഏരിയ ഓഫ് ദിസ് ഈച്ച് സെക്ടർ. അപ്പോൾ അംബ്രല്ല ചെയ്തു, ബ്രൂച്ച് ചെയ്തു, ഗ്രേസിങ് ഫീൽഡ് ചെയ്തു അല്ലേ. എന്തൊക്കെയാണ് ചെയ്ത് വെച്ചത്? ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്തില്ലേ. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലൊക്കെ തിയറി എന്താണ്? ഇതിൻ്റെ ഏരിയ ഓഫ് സെക്ടർ. തിയറി എന്താ വരുന്നത്? ഏരിയ ഓഫ് സെക്ടർ. തിയറിക്കൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ അംബ്രല്ലേൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്തു. വളരെ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാം നമ്മൾ സെഗ്മെൻറ്റ്സ്, ഏരിയ ഓഫ് സെഗ്മെൻറ്റ്, ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ്, ഏരിയ ഓഫ് മേജർ സെഗ്മെൻറ്റ്, ഏരിയ ഓഫ് സെക്ടർ, അങ്ങനെയുള്ള കേസസാണ്. അതെല്ലാം പ്രാക്ടീസ് ചെയ്തെടുത്തോളുക. കുറേ പ്രോബ്ലംസ്, ഒരു 10-15ഓളം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തു. ഇനി നമുക്ക് റിവിഷൻസിൽ ഒരുപാട് ചെയ്യാനുണ്ട്, ഡിസ്കഷൻ ക്ലാസ്സിൽ ഒരുപാട് ചെയ്യാനുണ്ട്. പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് റെഡിയാക്കി എടുക്കുക. നന്ദി, നമസ്കാരം.